അപ്പൊ ഭക്ഷണമൊക്കെ ഫ്ലൈറ്റിൽ നിന്ന് കിട്ടീനി? ഫുഡാ, 2 നേരമൊക്കെ ഫുഡ് തരുമോ? തരണല്ലോ, ജേണിയില്ലേ? 2 ഫ്ലൈറ്റ് നല്ല ഫ്ലൈറ്റ് കേട്ടോ. ഖത്തർ എയർവേസിന്ന് ഫുഡ് ഉണ്ടോ? മറ്റേതും ഫുഡ് അതെ, നല്ല ഫുഡ്, നല്ല ഫുഡ്. ഖത്തർ എയർവേസിനെക്കാട്ടും നല്ല ഫുഡ് മറ്റേതാ. ഖത്തർ എയർവേസ് കുറെ വെയിറ്റിംഗ് ഉണ്ടായിനി അവിടെ 6 മണിക്കൂർ. സിംഗപ്പൂര് പെൻഡിങ് ആണ്. അത് ഇനി സിംഗപ്പൂർ കിട്ടണമെങ്കിൽ ഒരു മാർഗം എന്ന് പറഞ്ഞാൽ അവിടുത്തെ നാഷണാലിറ്റി എടുത്തിട്ടൊക്കെ ചിലപ്പോൾ വരുന്നൊക്കെ ആയിരിക്കും കിട്ടാൻ. പക്ഷെ എനിക്ക് അവിടുത്തെ നാഷണാലിറ്റി എടുക്കാനൊന്നും ഒരു താല്പര്യമില്ല കാനഡയിലത്തെ. അല്ലെങ്കിൽ പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ നോക്കണം. അവിടെ ജോലി കിട്ടാൻ ബുദ്ധിമുട്ടാണ്. സിംഗപ്പൂരിലെ സിംഗപ്പൂരിൽ ആരുണ്ട്? അഫ്രാൻ ആരുണ്ട് അല്ലേ? അവിടെ ഇതായി കഴിഞ്ഞാൽ നമുക്ക് ഇവരൊക്കെ കൊണ്ടുപോകാം, നമ്മളെ ഫാമിലിനൊക്കെ കൊണ്ടുപോകാൻ കഴിയോ? ഉമ്മനെ അവരൊക്കെ ഇങ്ങനെ എന്താ ഓപ്ഷൻ ഉണ്ടായി? കാനഡയിലോ? പിആറും സിറ്റിസണും വേറെ വേറെ. പിആർ ആയാലും പറ്റുന്നുണ്ട്. പിആർ വേറെയും സിറ്റിസൺ വേറെയാ? സിറ്റിസൺ എന്ന് പറഞ്ഞാൽ അവിടുത്തെ നാഷണാലിറ്റി. നമ്മളിവിടെ നിൽക്കണ പോലുള്ള. ഇപ്പൊ പിആർ എനിക്കിപ്പോ നിങ്ങൾക്ക് പിആർ കിട്ടിയില്ലല്ലോ അല്ലേ? ഇപ്പൊ വിസയിലാണല്ലോ, വർക്ക് വിസയിലാണ്. ഇത് ഇനി പിആർ കിട്ടും, പിന്നെ സിറ്റിസൺ കിട്ടുമോ? സിറ്റിസൺ വലിയ പാടാ. പക്ഷെ എനിക്ക് അവിടെ പോയപ്പോ മനസ്സിലായതെന്നാ അറിയോ, നമ്മളെ നാട് ഇന്ത്യ ഇതൊക്കെ വലിയ അതിന്റെ ഇടയിൽ ഒന്നുമല്ല. ഞാൻ ഇപ്പൊ അവിടെ US വിസക്ക് വേണ്ടി അപ്ലൈ ചെയ്തേ. പക്ഷെ എനിക്ക് വലിയ മതിപ്പുണ്ടായിട്ടൊന്നുമല്ല. US വിസക്ക് അപ്ലൈ ചെയ്തോ? ചെയ്ത്. അപ്പൊ പെട്ടെന്നൊന്നും കിട്ടില്ല. പക്ഷെ ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്യേണ്ടത് കുറവുള്ളൂ. ഓൺലൈൻ ഇതല്ലേ? എംബസി പോയിട്ട് ഇതിന് പോണ്ടേ? അത് 2026 കിട്ടിയത്. കാരണം അത്രക്ക് ആൾക്കാര് അവിടെ ഉണ്ട്. പക്ഷെ നമുക്ക് ഈ കുറേ സംഗതി ഇവിടെ നിന്നൊക്കെ കൊടുക്കുമ്പോൾ കുറേ സംഗതി കൊടുക്കേണ്ടതൊന്നും അവിടെ എത്തുമ്പോൾ ഉണ്ടാവില്ല. ഞാൻ റെഡിയാക്കി സബ്മിറ്റ് ചെയ്യാൻ കൊണ്ട് കൊടുക്കും. 10 വർഷത്തെ കിട്ടിയില്ല. അതിന്റെ പിന്നെ ബിസിനസ് സ്റ്റേറ്റ്മെന്റ് കൊടുക്കണം. അതിന്റെ കുറെ എന്തൊക്കെയോ സ്റ്റേറ്റ്മെന്റും കാര്യങ്ങളൊക്കെ കൊടുക്കണ്ടേ? വേണ്ടേ? ഇപ്പൊ വേണ്ട, അപ്പൊ സിമ്പിൾ ആണ്. നാട്ടില് പിന്നെ ഈ അസസ്മെന്റും കാര്യങ്ങളൊക്കെ കൊടുക്കണം എന്നൊക്കെ പറയണ്ടേ, സ്വത്ത് എത്ര ഉണ്ട് കാര്യങ്ങളൊക്കെ. അപ്പൊ ID മാത്രം മതി. പക്ഷെ റിജക്ട് ചെയ്യും. അവിടെ റിജക്ഷൻ കുറവാന്ന് തോന്നുന്നു. ഇവിടെ റിജക്ഷൻ വരുന്നുണ്ട്. കാരണം എന്താ തന്നെ, ഒന്നാമത് അവിടുത്തെ കാനഡന്റെ തന്നെ കുറെ പ്രോസസ്സ് ഒരു ശ്രദ്ധിച്ചു കൊടുക്കുന്ന സംഗതിയാണ്. അപ്പൊ അതിന്റെ മുകളിലേക്ക് ഇവരത്ര ശ്രദ്ധിക്കേണ്ടതില്ല എന്നാണ് ഒരു രീതിയിൽ പറയുകയാണെങ്കിൽ. ഫുഡ് കഴിക്കണ്ടേ നമുക്ക്? ഇതിപ്പോ എങ്ങോട്ടാ പോകണം? നമ്മള് റയ്യാനാണോ? മൈദർ പോവാണെങ്കിൽ ഞങ്ങക്ക് ഇവിടെ കയറിയാലോ? ഹോട്ടൽകൂള് ഒന്നും പോകില്ല. അല്ല എന്നാ വേണ്ട. അല്ല ഞാൻ അങ്ങനല്ല, ഞാൻ ഉദ്ദേശിച്ചത് എന്താന്ന് പറഞ്ഞാല് രണ്ടാളും അങ്ങനെ സൊറ പറഞ്ഞ് അല്ലാതെ ഫുഡ് ഫ്ലൈറ്റിൽ നിന്ന് കഴിച്ചതാണ് നല്ല. പിന്നെ വിശപ്പില്ലെങ്കിൽ ഇപ്പൊ കഴിക്കണ്ടാവും. കിടക്കാൻ പോകുന്നില്ല. എനിക്ക് ഉറക്കുണ്ട്. ഇപ്പൊ ഉറക്കില്ലതാണ്. ഉറങ്ങണ്ടേ? ഉറങ്ങ കുറച്ച് അല്ല, നിനക്ക് ഉറങ്ങണ്ടേ? നിനക്ക് ഉറക്കല്ലേ? അങ്ങനല്ല, ഇന്ന് ഉറങ്ങാ. ഇനിയിപ്പൊ നാളെ നമുക്ക് ഇതാക്കാലോ. പക്ഷെ എന്റെ സമയമൊക്കെ എങ്ങനെ? ഇനിയിപ്പോ എന്റെ ഇപ്പൊ അവിടുത്തെ ഇപ്പൊ ഉറങ്ങേണ്ട സമയം ആയിനോ? അവിടെ ഇപ്പൊ ഈവനിങ്. ഫ്ലൈറ്റിൽ നിന്നൊക്കെ ഉറങ്ങിയോ? ഫ്ലൈറ്റിൽ നിന്നൊക്കെ നല്ല ഉറക്കിയിരുന്നു. ഞാന് ഇങ്ങനെ ലോങ് ജേർണി ഒക്കെ ആകുമ്പോ മാക്സിമം ഉറങ്ങാതെ വെക്കും. അങ്ങനെ ആകുമ്പോ ഫ്ലൈറ്റിൽ നല്ല ഉറങ്ങല്ലോ. ഫ്ലൈറ്റിൽ നിന്ന് ഉറങ്ങാം. അതാണ് ഫ്ലൈറ്റിൽ നിന്ന് ഉറങ്ങാനല്ലേ സമയം പോകുന്ന അറിയില്ല. സമയം പോണ അറിയില്ല. അല്ലെങ്കിൽ ഞാനും അതേതാ. അപ്പൊ ഫ്ലൈറ്റിൽ നല്ല ഉറങ്ങി. അപ്പൊ ഉറക്കമൊന്നുമില്ല. ഉറക്കമൊന്നുമില്ല.
ഐ.ഡി കിട്ടിയ ഒരെണ്ണം നോക്കണമല്ലോ എന്നല്ല, അല്ലെങ്കിൽ ഉറപ്പാണ് ഒരു എത്ര ദിവസം കൊണ്ട് കിട്ടുന്നുള്ളത്. ഐഡിയ മറ്റന്നാൾ എന്തായാലും കിട്ടും. മറ്റന്നാൾ തന്നെ എന്തായാലും കിട്ടുന്നതാണ്. ചെക്ക് ചെയ്താളാ? ആ ചെക്ക് ചെയ്യാം, അത് രാവിലെ ചെക്ക് ചെയ്യല്ലേ. ഏകദേശം ഒരു ഇത് നോക്കിയാളാ, എൻ്റെ ഒരു ബഡ്ജറ്റ് നോക്കിയാളാ. രാവിലെ നീറ്റ് നോക്കാം. ഇത് കുറേ ആയി എടുത്തിട്ട്? അത് കുറച്ചായി. ഞാൻ ഇവിടെ കുറച്ച് മിനിറ്റ് എന്നാലും നിർത്തിയിട്ടുണ്ടാവുമല്ലോ വണ്ടി വെയിറ്റിംഗിൽ അല്ലേ? ആ ഞാൻ വേറെ ആരോ ഒന്ന് വിചാരിച്ചിട്ട് ഞാൻ കാണുന്നുണ്ട്. ഞാൻ കുറച്ച് വെയിറ്റ് ചെയ്തിനി. പിന്നെ ഞാൻ കൊറോള എന്നുള്ള പ്രതീക്ഷയിലായിരുന്നു നിന്നത്. ഇത് കുറേ ആയോ? കുറച്ചായി. പിന്നെ എൻ്റെ തെങ്ങിന പിന്നെ പുറത്തുപോലൊക്കെ തിരക്കാണോ? എങ്ങനെ പുറത്തുപോലെ? പിന്നെ നാളൊക്കെ എങ്ങനെയാ നിന്റെ ഒരു ഷെഡ്യൂള്? നാളെ കാര്യം വെച്ച് നോക്കട്ടെ. അങ്ങനെ കാര്യം ഞങ്ങളുടെ എനിക്കൊക്കെ പോകണ്ടോ? എനിക്കൊന്ന് റീഡോ സ്റ്റോറിൽ പോകാനുണ്ട്, ഒന്ന് CBQലും പോകാനുണ്ട്, ATMൻ്റെ ഒക്കെ പോവാം. പിന്നെ നൈറ്റ് കിട്ടുകയാണെങ്കിൽ ആരിസിനും കിട്ടുകയാണെങ്കിൽ നമുക്കൊന്ന് വക്കറയിൽ മീൻ തിന്നാണ്. ആരിസിനെ വിളിച്ചാൽ കിട്ടുമെന്നുള്ള അറിയില്ല. കാരക്കുറ്റിൻ്റെ റെഡി ആയില്ലേ? അത് നീ ആപ്പ് വെച്ചിട്ടാ ചെയ്തത്? ഞാൻ ഇവിടെ കസ്റ്റമർക്ക് വിളിച്ച് ആക്ടിവേഷൻ ചെയ്ത്. ഓ അങ്ങനെ ചെയ്ത്, അതാണ് സംഗതി. ബ്ലോക്കായി കിടക്കുന്നു. കസ്റ്റമർക്കാർക്ക് വിളിച്ച് ആക്ടിവേഷൻ ചെയ്ത് പിന്നെ ആപ്പ് വെച്ചിട്ട് ചെയ്ത്. ഞാൻ പിന്നെ എങ്ങനെ ആലോചിച്ചാ ഇങ്ങനെ ഞാൻ ചെയ്തിട്ടാവാതെ നീ ചെയ്തിട്ട്, അപ്പോൾ കാരക്കുറ്റി ഇത് പറയണില്ല, ഓനെ ആപ്പ് വഴി ചെയ്തപ്പോൾ റെഡി ആയെന്നാ പറഞ്ഞത്. ഇല്ല അങ്ങനെ ആവൂല. മറ്റേത് രണ്ട് രീതിയിൽ ഞാൻ നോക്കിയില്ലേ, എനിക്ക് നോക്കിയില്ലേ. പിന്നെ ഞാൻ കസ്റ്റമർക്ക് വിളിച്ച് കസ്റ്റമർക്ക് ഒരു ആക്റ്റീവ് ആക്കി എന്നിട്ട് ചെയ്യാൻ പറഞ്ഞു. പിന്നെ ഞാൻ പിന്നെ ഇത് റീസെറ്റ് കൊടുത്തത്, പാസ്വേഡ് റീസെറ്റ് കൊടുത്ത് അതിൽ എനിക്ക് മെസ്സേജ് കാണുന്നത് ആ പാസ്വേഡും പിന്നെ OTP അടിച്ചു. അങ്ങനെ ബില്ല് കെട്ടാണ്ട് 350 റിയാൽ കിട്ടിയല്ലോ. അതിപ്പോൾ OTP വരാത്തോണ്ടേ പോസ്റ്റ് പെയ്ഡ് ആയിരുന്നു യൂസ് ചെയ്തവന്. ഓൻ്റെ മൊബൈലിലല്ലേ പോസ്റ്റ് പെയ്ഡ് യൂസ് ചെയ്തതാണ്. കെട്ടാണ്ട് ഞങ്ങൾക്ക് ഒരു കാര്യം ചെയ്താലോ? ഒരു ഇത് കഴിക്കാൻ എനിക്ക് പൂതിയുണ്ടോ? രണ്ടാൾക്കൂടെ ഒന്ന് കഴിക്കാം. എന്ത് ബാർബിക്യൂ? എനിക്കെന്താ അല്ലേ? വെള്ള ഫുള്ളാണ്. ഞാനിപ്പോ കഴിച്ചിട്ടുള്ളൂ. ഉള്ള പറയാനാണ്. ഇപ്പോഴല്ല, കുറച്ചു നേരമായി. ഒരു 3 ചപ്പാത്തി, കുറച്ച് സ്പേസ് ഇല്ല, ഒരു ദോശ, ഒരു ദോശയും കുടിച്ചിന്. നല്ല ഫുള്ളാ, എനിക്ക് വെള്ള ഫുള്ളാണ്. ഞാൻ ഫുഡ് കുറച്ചിട്ടുണ്ടായിരുന്നു, ഇന്ന് നല്ല കഴിച്ചു. നീ മറ്റേ ഹെർബാ ലൈഫ് നോക്കണോ സംഗതി? തടി ഓർക്കാനോ?